ജിജേഷ് ജീവൻ നിലനിർത്താൻ വേണ്ടി അങ്ങനെ CPR കൊടുക്കുകയും അങ്ങനെ വലിയൊരു പ്രവർത്തനം കാഴ്ചവെച്ചപ്പോൾ ഇവർ ബസ് നേരെ പോകുന്നത് ഒരു കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്കാണ്. അവിടെ ഡോക്ടർ ഇല്ലാത്തൊരു സംഭവം ഉണ്ടാകുന്നു. അതൊക്കെ എന്തൊരു വലിയ അനാസ്ഥയാണല്ലേ. പെട്ടെന്ന് ഒരാൾ എത്തുമ്പോഴേക്കും ഡോക്ടർ ഇല്ല എന്ന് പറയുന്നത് വലിയൊരു ഗുരുതര വീഴ്ച തന്നെയാണ്. പിന്നീട് മറ്റൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. എന്തായാലും അദ്ദേഹം അപകടനില തരണം ചെയ്തിട്ടുണ്ട്. അത് ഒരുപാട് സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ചെന്നൈയിൽ നിന്ന് വണ്ടൂരിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. നിലമ്പൂർ സ്വദേശിയായ സോമനാണ് ബസ്സിൽ ഇങ്ങനെ കുഴഞ്ഞു വീഴുന്നതും. ജിജേഷ് എന്ന ഒരു യാത്രക്കാരൻ, അതേ ബസ്സിലുണ്ടായിരുന്ന ആൾ പെട്ടെന്ന് ഇടപെട്ട ഒരു രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു. ഇത് കാണുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരിക, നമുക്കൊക്കെ എത്ര പേർക്ക് ഇങ്ങനെ CPR കൊടുക്കാൻ അറിയാമെന്നുള്ള കാര്യമൊക്കെയാണല്ലോ. എത്ര പേര് ഇങ്ങനെ കൃത്യമായ ഇടപെടൽ നടത്തുമെന്നതൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഒരാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കാരണമാവുക, അതിനുവേണ്ടി നമ്മൾ തയ്യാറെടുക്കുക, അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താൻ പറ്റുക എന്നൊക്കെ പറയുന്നത് വലിയ കാര്യമാണ്. അങ്ങനെ ഒരു സംഭവമാണ് മലപ്പുറത്ത് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഇത് എടവണ്ണയിൽ നിന്ന് വണ്ടൂർ ഭാഗത്തേക്ക് പോകുന്ന ബസ്സാണ്, സ്വകാര്യ ബസ്സാണ്. ആ സ്വകാര്യ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴാണ് ഇത്തരത്തിൽ നിലമ്പൂർ സ്വദേശിയായിട്ടുള്ള സോമൻ എന്നയാൾ പെട്ടെന്ന് ബോധരഹിതനായി വീഴുന്ന ഒരവസ്ഥയുണ്ടായത്. ആ സമയത്ത് ആ ബസ്സിൽ കുറേ യാത്രക്കാരുണ്ടായിരുന്നു. അതിലൊരാളാണ് തിരുവാലി ഫയർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനായിട്ടുള്ള ജിജേഷ് CK. അദ്ദേഹം ഉടനെ തന്നെ ഈ CPR വേണം എന്ന് മനസ്സിലാക്കുകയും CPR നൽകുകയും ചെയ്തു. കുറേ സമയം CPR നൽകി. ഉടനെ തന്നെ ആ സമയം കൊണ്ട് ബസ് തൊട്ടടുത്തുള്ള എടവണ്ണ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു. CPR നൽകിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു ആ സമയം വരെ ഈ ജിജേഷ് CK. എന്തായാലും കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ എത്തിയപ്പോൾ അവിടെ ആശുപത്രിയിൽ ആളുകൾ, അത്യാവശ്യത്തിന് വേണ്ടി ഡോക്ടർമാരുണ്ടായിരുന്നില്ല, സേവനങ്ങൾ ഉണ്ടായിരുന്നില്ല. തൊട്ടടുത്ത് എടവണ്ണയിലെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് ചികിത്സിച്ച് അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തിട്ടുണ്ട്. അതായത് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലാതെ അദ്ദേഹത്തിന് ഇപ്പോൾ ബോധമുണ്ട് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോഴും ആശുപത്രിയിൽ തന്നെ തുടരുകയാണ്. ആശുപത്രി വിട്ടിട്ടില്ല. കുറച്ചുകൂടി ചികിത്സ വേണം എന്നാണ് ഡോക്ടർമാർ.